വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ്. ഇനിയുള്ള പരീക്ഷകൾക്ക് ഉപകാരപ്രദമാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ട്ടോ. അപ്പൊ ക്ലാസ്സുകൾ ഫുൾ ആയിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ സി ആർ ടി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്ട് വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ലാ സമരം നടത്തിയ നേതാവ് ആരാണ്? ഗറില്ലാ സമരം നടത്തിയ നേതാവ് ആരാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ലാ സമരം നടത്തിയ നേതാവ് ആരാണ്? താന്തിയ തോപ്പി. താന്തിയ തോപ്പിയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ലാ സമരം നടത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏതാണ്? പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ചിരുന്ന പ്രദേശം ഏതാണ്? പട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് അല്ലെ. പോറ്റി ശ്രീരാമലു ആണ് നിരാഹാര സമരം നടത്തിയിട്ട് ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപം കൊണ്ടത്. ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. യഥാക്രമം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഇയർ ഏതാണ്? 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 1920. ഇനി കേദാ സത്യാഗ്രഹം. കേദാ സത്യാഗ്രഹം 1920 കേദാ സത്യാഗ്രഹം ഏതാണ് ഇയർ? 1918 കേദാ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹ 1917 ചമ്പാരൻ സത്യാഗ്രഹം. അതുപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1930. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത് എന്നാണ്? 1930. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഏതാണ്? ഇതിൽ നോക്കി. ചമ്പാരൻ സത്യാഗ്രഹമാണ് 1917 വന്നത്. അപ്പൊ 3 ഫസ്റ്റ് വന്നത് 3. പിന്നെ 1918 കേദാ സത്യാഗ്രഹം നടക്കുന്നുണ്ട്. അതാണ് രണ്ടാമതായിട്ട് വന്നത്. പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനമാണ് മൂന്നാമതായിട്ട് വന്നത്. പിന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് നാലാമതായിട്ട് വന്നത്. അപ്പൊ 3, 2, 1, 4 എന്ന് പറയുന്ന ക്രമമല്ലേ ഇവിടെ ശരിയായിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 150 ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? 2023 150 ജന്മവാർഷികം ആചരിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ ആരാണ്? ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഭൂവൽക്കത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂവൽക്കം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് എന്താണ്? കനം കുറവാണ്. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണെന്ന് പറയുന്നുണ്ട്. അതാണ് തെറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ശരിയായിട്ടുള്ള ഏതാണ്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരമാലകൾ എന്നാൽ എന്താണ്? തിരമാലകൾ എന്ന് വെച്ചാൽ എന്താണ്? സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹമാണ് തിരമാലകൾ എന്ന് പറയുന്നത്. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹത്തെയാണ് തിരമാലകൾ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ജൻ യോജന നിലവിൽ വന്നത് എന്നാണ്? പ്രധാനമന്ത്രി ജൻ യോജന നിലവിൽ വന്നത് എന്നാണ്? 28 ഓഗസ്റ്റ് 2014. 28 ഓഗസ്റ്റ് 2014 എന്ത് വരുന്നത്? പ്രധാനമന്ത്രി ജൻ യോജന നിലവിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണെന്ന് പറയുന്നുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അയർലൻഡിൽ നിന്നാണ് അല്ലെ. അയർലൻഡിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് തെറ്റാണ് വരുന്നത്. നെക്സ്റ്റ്. കോടതിയെ സമീപിക്കാവുന്നതാണെന്ന് പറയുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങളുമായിട്ട് കോടതിയെ സമീപിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അത് തെറ്റാണ് വരുന്നത്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്
പറയുന്നുണ്ട് അല്ലെ, മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പറയുന്നുണ്ട് വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്: വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ്. തെറ്റ് പറയുന്ന ഒന്നും രണ്ടുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? സമവർത്തി ലിസ്റ്റ്, അതായത് കൺകറന്റ് ലിസ്റ്റ് കേട്ടോ, സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാതെ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ടെന്ന് പറയുന്നത് ഏത് അനുച്ഛേദത്തിലാണ്? ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത്? അനുച്ഛേദം 248. അനുച്ഛേദം 248ലാണ് അതിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ട് അല്ലെ, ഉപദേശാധികാരമുണ്ട്. ശരിയാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293ആണ്. 293ആണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293ആണ്. അപ്പോൾ വരുന്നത് ശരിയായത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും ശരിയാണ്. നെക്സ്റ്റ് വരുന്നത് രണ്ടും തെറ്റാണ്. ഞാനത് വായിക്കുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ഏതാണ് ട്രേഡ് യൂണിയനുകൾ വരുന്നത്? ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലെ കൺകറന്റ് ലിസ്റ്റിലാണ് ട്രേഡ് യൂണിയനുകൾ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഏതാണ് ശരി? 44ാം ഭേദഗതിയിലൂടെയാണ് മതേതരത്വ എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെടുന്നത്. 42ാം ഭേദഗതിയിലൂടെയാണ് അല്ലെ. 42ാം ഭേദഗതിയിലാണ് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിവൈസ് കണ്ടതാണ്. 42ാം ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന 3 വാചകങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട. ഇന്റഗ്രിറ്റിനെ നമ്മൾ മലയാളത്തിലാണ് കൂടുതലും ചോദിക്കാറുള്ളത്. അഖണ്ഡത എന്ന് പറയുന്നതാണ് ചോദിക്കാറുള്ളത് കേട്ടോ. 42ാം ഭേദഗതിയിലൂടെയാണ്. നെക്സ്റ്റ് എന്താണ്? 52ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതിയിലൂടെ തന്നെയാണ് അല്ലെ. 42ാം ഭേദഗതിയിലൂടെയാണ് 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഇനി 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 2002 86ാം ഭേദഗതിയിലൂടെയാണ്. 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. ശരിയാണ്. 74ാമത് ഭേദഗതി നഗരപാലിക ബില്ല് നടപ്പിലാക്കി. അതും ശരിയാണ്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? 44ാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന് പറയുന്നത് 42ാം ഭേദഗതിയിലൂടെ അല്ലെ. 1976 42ാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. 52ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത് പറയുന്നത് നമ്മൾ പറഞ്ഞു 42ാം ഭേദഗതിയിലൂടെയാണെന്നുള്ളത്. അതുപോലെ തന്നെ 2002 86ാം ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യ നിർബന്ധമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണല്ലേ ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു എന്ന് പറയുന്നത് ശരിയാണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 207 പേരാണ്. 207 പേരാണ് പങ്കെടുത്തത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7 ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 15 വനിതകളാണല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 15 വനിതകളായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഫാത്തിമ ബീവിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഫാത്തിമ ബീവിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 1988 സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജിയായി എന്ന് പറയുന്നത് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയും കൂടിയാണ് ഫാത്തിമ ബീവി. അന്തരിച്ചത് 2023 നവംബർ 22 പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്.
2023 നവംബർ 23 കേട്ടോ, 23 നവംബർ 23 ഫാത്തിമ ബീവി മരിച്ചത്. അപ്പൊ 1988 സുപ്രീം കോടതി ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് പറഞ്ഞിട്ടുണ്ട്. 1989 ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലെ. അതാണ് ജസ്റ്റിസ് ഫാത്തിമ ബിയെ കുറിച്ച് പഠിച്ചിരിക്കുക. 1989 സുപ്രീം കോടതി ആദ്യത്തെ വനിതാ ജഡ്ജിയായി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിതയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജി. അന്തരിച്ചത് 2023 നവംബർ 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ ഏതാണ്? അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358 കേട്ടോ, 358. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? നിലവിലെ UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണി. UPSC ചെയർമാൻ മനോജ് സോണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓക്കെ, പഞ്ചായത്തി രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ശരിയാണ് അല്ലെ. പഞ്ചായത്തി രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. അതും ശരിയാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ് വരുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? പഞ്ചായത്തി രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തി രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്ന ആരാണ്? സെക്രട്ടറിയാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? ഫെബ്രുവരി 19 കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2008 28ാം നമ്പർ ആക്ട് പ്രകാരം. 2008 28ാം നമ്പർ ആക്ട് പ്രകാരമാണ് കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് ഉൽപാദനമാണ്? ഡോപ്പമിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? എന്താണ്? സിറോഫ്താൽമിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന മുലപ്പാൽ ഉൽപാദനമാണെന്ന് പറയുന്നത് ശരിയാണല്ലേ? പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നതാണ് മുലപ്പാൽ ഉൽപാദനമാണ്. സൊമാറ്റോട്രോപിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട്. സൊമാറ്റോട്രോപിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനുള്ള ഹോർമോണാണ്? ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുള്ള ഹോർമോണാണ്. അത് ശരിയാണ്. വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. ഗൊണാഡോട്രോഫിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് വരുന്നത്? വാസോപ്രസിൻ ആണ് വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നത്. ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്താണ്? പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നതിനാണ് സഹായിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത് കേട്ടോ. അപ്പൊ പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം, സൊമാറ്റോട്രോപിൻ ശരീര വളർച്ച ത്വരിതപ്പെടുന്നതിന് വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ. വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു. ഗൊണാഡോട്രോപിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് എന്താണ്? RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? തൈമിനാണ് അല്ലെ. തൈമിനാണ് RNA-യിൽ കാണപ്പെടാത്തത് ചോദിക്കുകയാണെങ്കിൽ തൈമിനാണ്. പകരം ഏതാണ് വരുന്നത്? യുറാസിലാണ് അല്ലെ വരുന്നത്. അപ്പൊ അഡിനിൻ,
സൈറ്റോസിൻ, യുറാസിൽ, ഗുവാനിൻ വരുന്നുണ്ട് അല്ലേ? അഡിനിൻ, ഗുവാനിൻ. അതുപോലെ തന്നെ തൈമിന് പകരം എന്താണ് വരുന്നത്? യുറാസിലാണല്ലേ. പിന്നെ സൈറ്റോസിൻ എന്നിവയാണ്. അപ്പൊ RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് തൈമിനാണ്. അഡിനിൻ, ഗുവാനിൻ, അതുപോലെ തന്നെ എന്താണ് അഡിനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിൻ എന്നിവയാണ് RNAയിൽ കാണപ്പെടുന്നത് കേട്ടോ. ഇനി തൈമിൻ എന്ന് പറയുന്നത് യുറാസിലിന് പകരം DNA കാണപ്പെടുന്നതാണ്. അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്നിവയാണ് DNA കാണപ്പെടുന്ന നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അഡിനിൻ, ഗുവാനിൻ ഈ ഒരു ടേം വരാനാണ് ഏതാണ്? DNA ആണ്. അതൊക്കെ DNA കാണപ്പെടുന്നതാണ്. ഈ തൈമിന് പകരം യുറാസിൽ വരാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? RNAയിൽ കാണപ്പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? ചെറുതന ആലപ്പുഴ. ചെറുതന ആലപ്പുഴയ്ക്കാണ് 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞർ ആരാണ്? ഡ്രൂ വൈസ്മാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? റേഡിയോ തരംഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രതലബലത്തിന്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക. പ്രതലബലത്തിന്റെ SI യൂണിറ്റ് ഇതിൽ തന്നിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 20 ഭാരമുള്ള 20 ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണെങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? അതായത് 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 ആണ് തന്നിട്ടുണ്ട് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? 11.2 km/s ആണല്ലേ. പലായന പ്രവേഗം ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം എന്ന് പറയുന്നത് എപ്പോഴും 11.2 km/s ആണ്. നെക്സ്റ്റ്, ഒരു തടാക പ്രതലത്തിൽ നിന്നും 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? അതായത് G എത്രയെന്ന് തന്നിട്ടുണ്ട്, അന്തരീക്ഷ മർദ്ദം എത്രയാന്ന് തന്നിട്ടുണ്ട്, സാന്ദ്രത എത്രയാന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അനുഭവപ്പെടുന്ന മർദ്ദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ് തന്നിരിക്കുന്നത്? ഏതാണ്? 2 atm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? 7.4 ആണ്. 7.4 ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണ്? തന്നിരിക്കുന്നത് ഏതാണ്? നിക്കലാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഒരു ഉദാഹരണമാണ്? ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് നിയമമാണ്? ബോയിൽ നിയമമാണ് അല്ലെ. വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്ന ബോയിൽ നിയമമാണ്. നെക്സ്റ്റ്, ഇനി പറയുന്നതിൽ എന്തിനാണ് പൂജ്യം രാസസംയോഗ ശക്തിയുള്ളത്? ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനാണ്? ഹീലിയത്തിനാണ്. അമനൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഏത് കലാരൂപമാണ് അല്ലെ? ഓക്കെ, കൂടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യത്തെ ടീം മത്സര ഇനം എന്തായിരുന്നു? ഏതായിരുന്നു? ഫുട്ബോൾ ആണ്. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ്? കുമാരനാശാൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മതൻ ഭാഷതാൻ. ആരുടെ വാക്കുകളാണ്? വെള്ളത്തോളിന്റെ. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതായിരുന്നു? H9N2 ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് അല്ലെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരളം, തമിഴ്നാട്. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ഉത്തർപ്രദേശ് ഇല്ലാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ബോർഡിലോൺ ആണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ. നെക്സ്റ്റ്, വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ്?
ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യമല്ലാത്തത് ഏത്? കേരളത്തിലെ വിദേശ സസ്യമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അക്കേഷ്യ, യൂക്കാലിപ്സ്, കാറ്റാടി അല്ലെങ്കിൽ കാഴ്ച പറയുന്നത് കേരളത്തിലെ വിദേശ സസ്യങ്ങളാണ്. ആഞ്ഞിലി വിദേശ സസ്യമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏതാണ്? ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏതാണ്? WWF. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചോദിക്കാറുണ്ട് അല്ലെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭോപ്പാലിലാണ്. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? തിമിംഗല സ്രാവ്. താഴെ പറയുന്നതിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏത്? കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. വയനാടാണ് കടുവാ സങ്കേതം ഇല്ലാത്തത്. തേക്കടി, പറമ്പിക്കുളമൊക്കെ വന്യജീവി സങ്കേതം കടുവാ സങ്കേതങ്ങളുണ്ട് അല്ലെ. താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1986. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ചൂലന്നൂർ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏതാണ്? കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഗിണ്ടി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിന് സമീപമാണ്? ചെന്നൈ ആണ് അല്ലെ. ചെന്നൈയിലാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ്? വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നുണ്ട്. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതാണ് ശരി കേട്ടോ. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നുണ്ട്. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരായിരിക്കും വരുന്നത്? മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരള ഫോറസ്റ്റ് ആക്ട് 1961. എന്താണ് NTEP? എന്താണ് NTFP? എന്താണ് NTFP എന്ന് പറയുന്നത്? എന്താണ്? തടിയിതര വനോൽപ്പന്നങ്ങളെയാണ് കേട്ടോ. NTFP എന്ന് പറയുന്നത് തടിയിതര വനോൽപ്പന്നങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊജക്ട് എലഫന്റ് ആരംഭിച്ച വർഷം ഏതാണ്? പ്രൊജക്ട് എലഫന്റ് ആരംഭിച്ചത് ഏത് വർഷമാണ്? ഏതാണ്? 1992. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിനും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമമാണ് എന്ന് പറയുന്നത് സെക്ഷൻ ഏതാണ്? ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 65 പറയുന്നത്. IT അതായത് പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിനും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമമാണ് സെക്ഷൻ 65 എന്ന് പറയുന്നത്. ജോയിന്റ് അക്കാദമി നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലുള്ളതാണ്? ഏതാണ്? സെക്ഷൻ 66. സെക്ഷൻ 66 പറയുന്നത് ജോയിന്റ് അക്കാദമി നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ ഒരു പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായിട്ട് ഫയലുകളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇല്ലാതാക്കുക, ചേർക്കുക, അല്ലെങ്കിൽ പാസ്വേഡ് മാറ്റുകയൊക്കെ ചെയ്തു. ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് സെക്ഷൻ 66 കീഴിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളം ചോദ്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ കഴിഞ്ഞ പരീക്ഷകൾ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളായിട്ട് നമ്മൾ ഓരോരോ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 ക്ലാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.